ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിട്ടുള്ളത്. വേടൻ എന്ന ഒരു വ്യക്തി പൊതുസ്വത്താണ്. നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ. നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കിയോടെ വന്നിരിക്കുന്ന എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എൻ്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി. ഹേമന്ത് ഏത് പാട്ട് പാടും? നിന്റെ ഹൃദയത്തിലോ ഇത്ര കടലാഴം, ഈ കൊച്ചു മനസ്സിലോ ഇത്ര ഭാരം ഭാരം, തനിയെ വന്നതല്ലേ നീ. ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ. കരയല്ലേ നെഞ്ചി കരയല്ലേ, ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ. എന്താ വരികളുടെ ഒരു അന്തസത്ത അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസം കൂടുന്തോറും അല്ലെങ്കിൽ ഓരോ പാട്ട് കേൾക്കും തോറും വീണ്ടും വീണ്ടും വേടൻ്റെ ഫാൻ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ തൃശ്ശൂർ, ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. ഇന്ന് ഇവിടെ തൃശ്ശൂർ പൂരമാണ് കേട്ടോ. പക്ഷേ ഇന്നലെ തൃശ്ശൂർ പൂരം ഉണ്ടായിരുന്നത് ഇടുക്കിയിലെ ചെറുതോണിയിലായിരുന്നു. ഇടിമിന്നലായി ഇടുക്കി ഇളക്കി മറിച്ചിരിക്കുകയായിരുന്നു ഇന്നലെ വേടൻ. അപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം ജനസാഗരമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സർക്കാരിൻ്റെ ആ ഒരു ബുദ്ധി അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ ബുദ്ധി ഫലിച്ചു എന്നുള്ളതാണ്. എന്താണ് അവരുടെ ബുദ്ധി? ജനങ്ങളെ കൊണ്ടുവരിക, തങ്ങളുടെ പരിപാടി ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവൃത്തി, അതായത് വേടനെ കൊണ്ടുവന്നപ്പം സംഭവം കലക്കി മറിച്ചു എന്നുള്ളതാണ്. അത്രയേറെ ജനത്തിരക്കായിരുന്നു എന്നാണ് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൂടാതെ ഓരോരുത്തരും ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് മിന്നൽ ഇടുക്കി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ഈ പ്രോഗ്രാം ലൈവായിട്ട് കാണാനിടയായത്. അപ്പോൾ ആ ചാനലിൽ എത്ര പേരാണെന്നറിയാമോ? 10,000-ങ്ങളായിരുന്നു തത്സമയം ലൈവായിട്ട് വേടൻ്റെ പ്രോഗ്രാം കാണുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനും വീട്ടിലിരുന്ന് കണ്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമെന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ പ്രായമായവരും കുട്ടികളും അതുപോലെ തന്നെ ഒരു മിഡിൽ ഏജ് ആയ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഒരേ രീതിയിൽ ഒരേ മനസ്സാല ഒരേ താളബോധത്തോടു കൂടി ആസ്വദിക്കുകയാണ് വേടൻ്റെ പാട്ടുകൾ. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രായഭേദമന്യേ എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള ഒരു കഴിവുണ്ട് വേടൻ്റെ പാട്ടുകൾക്കും അതുപോലെ തന്നെ വരികൾക്കും. ഓരോ വരികളും നമുക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ വരികളുടെ അർത്ഥവും ഈണവും താളവും അതുപോലെ തന്നെ ഓരോ മനുഷ്യന്മാരെയും ആവേശം കൊള്ളിക്കാൻ പറ്റുന്ന വാക്കുകളാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് കൊള്ളുന്നുണ്ട്, ഓരോരുത്തർക്കും നെഞ്ചിൽ അത് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ വരികളാണ്, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അപ്പം അത്രയേറെ ഒരു സ്വീകാര്യത ഈ ഒരു പ്രോഗ്രാമിലൂടെ വേടന് ലഭിച്ചിരിക്കുകയാണ്. അപ്പം പലരും വേടനെ ഈ ഒരു കേസിൻ്റെ ബാക്കി പത്രമായിട്ടാണ് അറിഞ്ഞത് തന്നെ. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കേസ് വന്നത് നന്നായി എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ തന്നെ വേടൻ പറയുന്നുണ്ട് കേട്ടോ, ഒരു മനുഷ്യനിൽ നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവില്ലേ, ഉറപ്പായിട്ടും ഒരു മനുഷ്യന്മാരും ഫുൾ പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പോൾ എന്നിലെ നന്മയെ ഇൻഫ്ലുവൻസ് ചെയ്യുക, എന്നിലെ പൊട്ട കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യരുതെന്ന് വേടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല കാര്യം. ഇത്രയും വലിയൊരു പൊതുവേദിയിൽ വെച്ച് തൻ്റെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അനുകരിക്കുന്ന, താൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പിള്ളേരോട്, സഹോദരന്മാരോടും ചേട്ടന്മാരോടും ചേച്ചിമാരോടും എല്ലാവരോടും കൂടി പറയാണ്, എന്നിൽ നല്ലതിനെ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുക. അതായത് ഇപ്പോൾ കഞ്ചാവ് കേസിൽ പിടിച്ചല്ലോ, അപ്പോൾ അത് തെറ്റായൊരു കാര്യം തന്നെയാണെന്ന് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതാരും ഇൻഫ്ലുവൻസ് ചെയ്ത് മുന്നോട്ട് പോകരുതെന്ന് ഈ ഒരു പൊതുവേദിയിൽ വെച്ച് പറയാണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേടൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ അത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ കമ്മ്യൂണിസം വെച്ച് കമ്പയർ ചെയ്തിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് ആശയം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അതായത് എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാ മനുഷ്യനും തുല്യമായി കിട്ടുന്ന ഒരു സമത്വപൂർണമായ ഒരു ലോകം ആണ് സ്വപ്നം കാണുന്നത്. വേടൻ സ്വപ്നം കാണുന്നതും എൻ്റെ ആശയവും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ എല്ലാവിധ സുഖ സൗകര്യങ്ങളും എല്ലാവർക്കും കിട്ടുന്ന ഒരു ലോകം. അത് സാധ്യമാകുമോ ഇല്ലയോ എന്നല്ല, ആ ഒരു ആശയം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ് വേടൻ എന്നാണ്. ആ അർത്ഥത്തിലാണ് വേടൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. വേടൻ ഈ വേദിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു പൊതു സ്വത്താണെന്നുള്ളതാണ്, എനിക്ക് ഒരു പാർട്ടിയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പാർട്ടിയുടെയും പിൻബലത്തിലല്ല തൻ്റെ
നിലപാടുകളിൽ ശക്തമായി ഉറച്ചു നിന്നുകൊണ്ട് എവിടെയും ധൈര്യമായിട്ട് തൻ്റെ കലയിലൂടെ ആ നിലപാടുകൾ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ആ നിലപാടുകളെ കേരളം നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഇന്നലെ ഇടുക്കിയിൽ നിന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇന്നലത്തെ ഈ 2ാം പിണറായി സർക്കാരിൻ്റെ ഈ 4ാം വാർഷികം ഇത്രയും വിജയകരമായതിന് പിന്നിൽ വേടൻ തന്നെയാണെന്ന് സംശയ ലേശമന്യേ നമുക്ക് പറയാൻ സാധിക്കും അല്ലേ. അപ്പോൾ അവിടുത്തെ തിരക്ക് എന്ന് പറയുന്നത് ഗംഭീര തിരക്കായിരുന്നു എന്നുള്ളതാണ്. 8,000 ടിക്കറ്റ് മാത്രമാണ് ഗവൺമെൻറ് വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ ജനങ്ങൾ റോട്ടിലും മറ്റ് പരിസരങ്ങളുമായിട്ട് തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള നോബി ചേട്ടൻ നമുക്ക് കമൻറ്റിലൂടെ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആൾ തത്സമയം പ്രോഗ്രാം പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വളരെ നല്ലൊരു കമൻറ്റാണ് സ്പോട്ടിൽ തന്നെ നമുക്ക് അയച്ചു തന്നത് കേട്ടോ. അപ്പോൾ നോബി ചേട്ടന് പ്രത്യേകം നന്ദി പറയുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ വേടൻ എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു ഇപ്പോഴത്തെ ഒരു സ്വകാര്യ അഹങ്കാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനിയും നല്ല നല്ല ഉയർച്ചയുണ്ടാവട്ടെ അല്ലേ. അതുപോലെ തന്നെ ഇന്നലത്തെ ഈ വേദിയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലൊരു യാസർ അറാഫത്ത് എന്ന് പറയുന്നൊരു വിപ്ലവകാരി പറഞ്ഞിട്ടുള്ള വാക്കുകൾ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. അത് തീർച്ചയായിട്ടും ആ വാക്കുകൾ നമ്മൾ ശ്രവിക്കേണ്ട ഒന്ന് തന്നെയാണ്. അദ്ദേഹം UN അസംബ്ലിയിൽ പ്രസംഗിച്ച വാക്കുകളാണ് വേടൻ ഇന്നലെ പറയുണ്ടായത്. അതായത് എൻ്റെ ഒരു കയ്യിൽ ഒലിവില എന്ന് പറഞ്ഞാൽ അതൊരു സമാധാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു കയ്യിൽ ഒലിവിലയും മറ്റേ കയ്യിൽ തോക്കുമാണുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒലിവില ഉയർത്തിപ്പിടിക്കാനുള്ള ഈ കൈ എപ്പോഴും അത് തന്നെ ഉയർത്തിപ്പിടിക്കാനായിട്ട് എനിക്ക് സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം UN അസംബ്ലിയിൽ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ പറഞ്ഞ വാക്കുകളല്ലാട്ടോ, അതിൽ ആ വാക്കുകളിൽ അന്തസത്തയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്കും ഒരു സമാധാന പ്രിയനാണ് വേടൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ ലോകോത്തരമായിട്ടുള്ള പ്രശ്നങ്ങളെ പോലും അദ്ദേഹം ഉദ്ധരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ എഴുതുന്നതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ശരിക്കും ഒരു വിപ്ലവകാരിയാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തെ നെഞ്ചിൽ ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പലരും പറഞ്ഞു ഞാനൊരു റീച്ചിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ. അപ്പോൾ പറയുന്നവരെന്തും പറഞ്ഞോട്ടെ, ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തു തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നുന്ന വിഷയങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാനെടുത്ത് സംസാരിക്കുന്നത്. അല്ലാതെ എല്ലാ വിഷയത്തിലും ഇപ്പോൾ റീച്ച് ആവാൻ വീഡിയോ ചെയ്യാനാണെങ്കിൽ ഒരുപാട് വീഡിയോ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു കുടുംബിനിയാണ്, ഒരു അമ്മയാണ്, എനിക്ക് വേറെ ജോലിയും ഉണ്ട്. അതിനിടയിൽ സമയം കണ്ടെത്തിക്കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഈ ലോകത്തിന് വേണ്ടി സംസാരിക്കണം അല്ലെങ്കിൽ സമൂഹത്തോട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണ്. അല്ലാതെ റീച്ച് ആവാൻ വേണ്ടി എന്നും വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് സമയം കിട്ടുമ്പോൾ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. പലരും നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാട് പറയുണ്ടായി. ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എങ്കിലും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരോട് ഈ ഒരു വാക്കുകളും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക്